പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നൊരു ഭാഗം 37 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവാൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവാൻ, നിങ്ങൾക്കും കിട്ടും. പ്രൈസ് ദി ലോർഡ്. വളരെ ആഴമായ അർത്ഥവ്യാപ്തിയുള്ള വാക്കുകളാണ്. അതേപടി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പലരും ഇതിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ വിധി എന്നൊരു പ്രയോഗമുണ്ട്. ആ വിധിയെക്കുറിച്ച് നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. ദൈവം വിധിക്കുന്നവനാണ്. നേരത്തെ നമ്മളൊന്ന് സൂചിപ്പിച്ചല്ലോ. ദൈവം വിധിക്കുക എന്ന് പറഞ്ഞാൽ ശരിയേത് തെറ്റേതെന്ന് നിർണ്ണയിക്കുന്നവനാണ്. മനുഷ്യന് ഗുണകരമേത് ദോഷകരമേതെന്ന് നിശ്ചയിച്ചു തരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് വിധി മുഴുവൻ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം മനുഷ്യനിൽ ഒരുവനാണ് പുത്രൻ. അപ്പോൾ മനുഷ്യന് ഗുണകരമേത് ദോഷകരമേതെന്ന് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ കണ്ടറിഞ്ഞ് തരുന്നവനാണ് അവിടുന്ന്. മറ്റൊന്ന് കുറ്റം വിധിക്കുക, ശിക്ഷ വിധിക്കുക തുടങ്ങിയ വിധികൾ, അതും പുത്രനാണ് വിധിക്കുന്നത്. പുത്രൻ്റെ വിധി എന്ന് പറയുന്നത് കരുണയുള്ള വിധിയാണ്. ഒരിക്കലും ആരെയും ശിക്ഷിക്കുന്ന വിധിയല്ല, കുറ്റപ്പെടുത്തുന്ന വിധിയല്ല, ഒരു വ്യക്തിയുടെ പാപമോ തെറ്റോ ആ വ്യക്തിക്കെതിരെ പരിഗണിക്കുക പോലും ചെയ്യുന്ന വിധിയല്ല പുത്രൻ്റെ വിധി. പിന്നെയോ നീതീകരിക്കുന്ന ഒരു അപ്രോച്ചാണ്, അല്ലെങ്കിൽ ഒരു സമീപനമാണ് ദൈവത്തിൻ്റെത്. നീതീകരിക്കുന്നിടത്ത് മാത്രമേ ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. കുറ്റപ്പെടുത്തുന്നിടത്തോ പാപം അവൻ്റെ മേൽ ചുമത്തുന്നിടത്തോ ഒന്നും അതുണ്ടാകില്ല. അങ്ങനെ ഒരു വിധി. ഇപ്പോൾ പറയാൻ പോകുന്ന വിധി എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും വിധിക്കുന്ന ഒരു വിധി. നമ്മുടെ ഭാരതത്തിൽ കിടക്കുന്ന വലിയൊരു കാര്യമാണ് ഫെയ്റ്റലിസം എന്ന് പറയുന്ന ഒരു ദർശനം കിടപ്പുണ്ട്. എന്താണ് ഫെയ്റ്റലിസം? വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങുകയില്ല, എല്ലാം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ദൈവം നിശ്ചയിച്ചതുപോലെ പോകുള്ളൂ, നമ്മൾ എന്ത് ചെയ്താലും അതിനകത്തൊന്നും രക്ഷയില്ല, ദൈവം വരച്ച വരകൾ പോകില്ല എന്ന് വിധിക്കുന്നൊരു വിധിയുണ്ട്. ആ വിധി എന്ന് പറയുന്നത് ദൈവത്തിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ വിധിച്ചാൽ ആ വിധിക്കനുസരിച്ച് നമുക്ക് സംഭവിക്കും. അതിനെ കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ഏതൊരു കാര്യവും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. തിന്മയായതൊന്നും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതല്ല. ദൈവത്തിനൊരിക്കലും മുൻകൂട്ടി തിന്മ നിശ്ചയിച്ച് നടപ്പാക്കാൻ ഒരു പദ്ധതി ഇല്ല. തിന്മയായതൊന്നും ദൈവം നിശ്ചയിക്കുന്നതല്ല. അത് ഇവിടെയുള്ള പാപത്തിൻ്റെ ഫലമോ പരിണിത ഫലമാണ്. ഭൂകമ്പം ഒരിക്കലും ദൈവം നിശ്ചയിച്ചതല്ല. അതുപോലെയുള്ള ഒന്നും ദൈവം നിശ്ചയിക്കുന്നതല്ല. ദൈവം നിശ്ചയിക്കാത്തതും ദൈവം നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ടത് ദൈവത്തിൻ്റെ കളങ്കപ്പെടുത്തുന്നതാണ്, ഇമേജിനെ കളങ്കപ്പെടുത്തുന്നതാണ്. രണ്ടാമത് ദൈവം നിശ്ചയിച്ചു എന്ന് പറയുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണ്. എന്തുകൊണ്ടാണ് വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത്? ദൈവം ഒരു കാര്യം നിശ്ചയിച്ചു എങ്കിൽ, ദൈവം നടപ്പാക്കിയെങ്കിൽ ഞാൻ നിസ്സഹായനാണ്, എനിക്കൊന്നും ചെയ്യാനില്ല. ഇപ്പം എൻ്റെ വാഹനം ഇന്ന വളവിൽ വെച്ച് ഇന്ന വാഹനമായിട്ട് കൂട്ടിമുട്ടുക എന്നുള്ളത് ദൈവനിശ്ചയമാണെങ്കിൽ അത് നടന്നിരിക്കും. അതുകൊണ്ടാണ് ഇത് വിശ്വസിക്കുന്നവർ പറയുന്നത്, ഇത് അവരുടെ തലേ വരാനുള്ളത് വഴിയിൽ തങ്ങുകയില്ല, ദൈവം നിശ്ചയിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. ഇന്ന് അനേകം ആളുകൾ ഇത് വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ടി വിയിൽ കണ്ടു, ഒരു അറിയപ്പെടുന്ന പ്രസിദ്ധനായൊരു നടനുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ്. ആ നടനോട് ചോദിച്ചു, ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു, പറഞ്ഞു, ഇവിടെ ഉള്ള ഓരോ അരിമണിയും ആര് കഴിക്കണമെന്ന് ദൈവം എഴുതി വച്ചിട്ടുണ്ട്, അവൻ്റെ അടുത്തേക്ക് അത് ചെല്ലും, അവനെ അത് കഴിക്കുകയുള്ളൂ, വേറെ ആളും അത് കഴിക്കുകയില്ല. അത്രമാത്രം ദൈവം എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. ആ ദൈവനിശ്ചയത്തിന് ഒരു മാറ്റം ഉണ്ടായാലും നടക്കും. ഞാൻ ഏതൊക്കെ സിനിമ അഭിനയിക്കണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, അതെനിക്ക് കിട്ടാതിരിക്കുകയില്ല. ഈ രീതിയിലാണ് ആ മനുഷ്യൻ സംസാരിച്ചത്. ഇങ്ങനെ നാം വിചാരിച്ചാൽ നമുക്കൊരിക്കലും നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വിനിയോഗം അവിടെ വേണ്ടതുപോലെ നടക്കുന്നില്ല. ദൈവനിശ്ചയം പോലെ എല്ലാം പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് ഒഴുക്കനായിട്ട് ജീവിക്കാനേ പറ്റുള്ളൂ. മാത്രമല്ല, പ്രാർത്ഥനയുടെ ബലം കുറയും. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയുടെ ബലം കുറയുന്നത്? വിശ്വാസത്തിൻ്റെ ബലം കുറയും. എൻ്റെ വാഹനം ഇന്ന വളവിൽ വെച്ച് ഇന്ന വാഹനമായിട്ട് കൂട്ടിയിരിക്കണം ദൈവനിശ്ചയമാണെങ്കിൽ പിന്നെ ആ ദൈവനിശ്ചയത്തെ മാറ്റാൻ എനിക്ക് പറ്റുമോ? പറ്റിയല്ല.
പിന്നെ പോയിട്ടത് ദൈവനിശ്ചയമായതുകൊണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. അങ്ങനെ ഒത്തിരി പേര് തിന്മയ്ക്ക് കീഴടങ്ങുന്നുണ്ട്. തിന്മയ്ക്ക് കീഴടങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ തൂസാവൃക്ഷത്തോട് ഇവിടുന്ന് വടവഴിക്ക് പോകാൻ പറഞ്ഞാൽ പോകും, മലയോട് മാറാൻ പറഞ്ഞാൽ മാറും, ഈ അപകടം മാറിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ മാറിപ്പോകും, അല്ലെങ്കിൽ എൻ്റെ വഴിയിൽ ഒരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിധിച്ച് അങ്ങനെ പോയാൽ അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകും. എല്ലാ നല്ല വിധിയോടും കൂടി ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും. എല്ലാ മോശമായ വിധിയോടും കൂടി ദൈവത്തിൻ്റെ അസാന്നിധ്യം ഉണ്ടാകും. ദൈവത്തിൻ്റെ കൃപയുടെ സപ്പോർട്ട് ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാകും. ഞാനൊരു വീട് വെഞ്ചരിപ്പിന് ചെല്ലുകയായിരുന്നു. വീട് എന്താ അതിന് പറയുന്ന പെരവാസ്തുബലി എന്ന് പറയുന്ന ഒരു പുത്തൻ വീട് പണിത് അതിൻ്റെ കയറി താമസമാണ്. ആ സംഭവത്തിൽ ഒരുപാട് പേര് പങ്കാളികളാകാനായിട്ട് ക്ഷണിക്കപ്പെട്ട അതിഥികൾ വന്നിട്ടുണ്ട്. മുന്തി ഇനത്തിൽപ്പെട്ട ഒരു വാഹനം രജിസ്ട്രേഷൻ പോലും ശരിക്ക് നടന്നിട്ടില്ല, അല്ലെങ്കിൽ ചുവപ്പ് അക്ഷരത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കടലാസൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഈ വണ്ടി ഇടിച്ചാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ആരുടേതാണെന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് പരിചയമുള്ള ആളുടെ ഭാര്യയെ ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞതാണ്, അച്ഛാ വണ്ടി ഷെഡിൽ നിന്ന് ഇറക്കിയപ്പോൾ തന്നെ, വഴിയിലോട്ട് ഇറക്കിയപ്പോൾ തന്നെ ഒരാൾ ഓടിച്ചാടി വല്ലതും തന്നേച്ച് പോയേക്ക് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ മുമ്പ് ചാടി കൈ നീട്ടി. അദ്ദേഹം ഒരു 20 രൂപ എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞാണെന്നറിയാം, പറഞ്ഞതാണ്, ഇന്നൊരു അശുഭ ലക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടത്, ഇന്ന് എന്തെങ്കിലും സംഭവിക്കും, മോളെ സൂക്ഷിച്ചിരുന്നോളാനാണ് പറഞ്ഞത്. നടന്ന കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു അശുഭ ലക്ഷണമാണ്, ഇന്ന് എന്തെങ്കിലും സംഭവിക്കും, അതുകൊണ്ട് മോളെ സൂക്ഷിച്ചിരുന്നു. രണ്ടാമത്തെ വളവിൽ വണ്ടി ഇടിച്ചു. നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും. നീയാ വിധിച്ചത് എന്തെങ്കിലും സംഭവിക്കും, അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പം നീ വിധിച്ച വിധി എന്ത് വിധിയായിരുന്നു? മോശമായൊരു വിധിയായിരുന്നു. ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും ഒരു അപകടത്തിൽ നാം പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നടന്നെങ്കിൽ അവിടെ ഒരു വിശ്വാസക്ഷയമുണ്ടായിട്ടുണ്ട്. ദൈവം പരിപാലിക്കുമെന്ന് വിശ്വസിക്കാൻ അവിടെ കഴിയാതെ പോയിട്ടുണ്ട്. ഈ പ്രവൃത്തിയെ ദൈവികതമായൊരു പ്രവൃത്തിയായിട്ട് കാണാൻ കഴിയാതെ പോയിട്ടുണ്ട്. ഈ വന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ മകനായി കാണാൻ കഴിയാതെ പോയിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെയും അതിനെ കാണാമായിരുന്നു, ദൈവികമായ കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ. ഇന്നൊരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ദിവസം, ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു പ്രിയപ്പെട്ടവനെ സഹായിക്കാനൊരവസരം തന്നല്ലോ, നമുക്കുള്ളതെല്ലാം ദൈവം തന്നതല്ലേ, നമുക്ക് കൊടുക്കാം, ഇരിക്കട്ടെ. എന്നിട്ട് പറയാമെന്നിരിക്കട്ടെ, മോളെ ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്, ഇന്നെല്ലാം ശുഭമായിരിക്കും എന്നാണ് ഈ വ്യക്തി വിധിക്കുന്നതെങ്കിൽ, ആത്മാർത്ഥമായിട്ട് വിധിക്കുന്നതെങ്കിൽ, അവിടെ എല്ലാം ദൈവത്തിൻ്റെ കൃപയുടെ വലിയ സംരക്ഷണവും വലിയ ഒഴുക്കും ഉണ്ടാകുമായിരുന്ന ഒരു ഇടി ഒഴിവായി പോകും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയാണ് ഈ കൈനോട്ടക്കാരും അല്ലെങ്കിൽ ആ ലൈനിൽ പ്രവർത്തിക്കുന്നവരൊക്കെ മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് അവൻ്റെ വിധി അംഗീകരിച്ച് അത് പ്രശ്നമാക്കി തീർക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാം. ഈ വീട് താമസിക്കാൻ കൊള്ളാത്ത വീടാണെന്ന് ഒരുത്തം പറഞ്ഞു. ഇങ്ങനെയൊരു പ്രശ്നം അവിടെ ഉണ്ട്. അതങ്ങ് വിശ്വസിച്ചോടുകൂടി ദൈവത്തിൻ്റെ സംരക്ഷണം അവിടെ നഷ്ടപ്പെട്ടു. അപ്പം ഇങ്ങനെ പറയുന്നവരൊക്കെ പറയുന്നത് നെഗറ്റീവ് പറയുള്ളൂ, പോസിറ്റീവായിട്ട് ആരും പറയാറില്ല. അവരത് പറയുന്നത് അതിൻ്റെ ആ ദോഷം മാറ്റിത്തരാം, ഞങ്ങളൊരു പ്രതിവിധി പറയാം എന്നൊക്കെ പറയാൻ വേണ്ടിയായിരിക്കും പറയുന്നത്. പക്ഷെ അവിടെയെല്ലാം പേടിയാണ്, മനുഷ്യൻ ഉടനെ പേടിക്കുകയാണ്. അപ്പോൾ നീ വിധിക്കുന്ന വിധിയാണ് നിൻ്റെ വിധി. ഇത് അതിൻ്റെ അതേ ലെവലിൽ തന്നെയാണ്. കൊടുക്കുവാൻ നിങ്ങൾക്കും കിട്ടും. കൊടുക്കുക എന്നത് സ്വീകരിക്കുവാനുള്ള യോഗ്യതയാണ്. അപ്പോൾ സ്വീകരിക്കാൻ ഒരാൾ പാകമാകുന്നത് എപ്പോഴാണ്? കൊടുക്കുമ്പോഴാണ് സ്വീകരിക്കാൻ പാകമാകുന്നത്. അപ്പോൾ കൊടുക്കാത്ത ആർക്കും സ്വീകരിക്കാനുള്ള പാകത ഉണ്ടായിട്ടില്ല. അപ്പോൾ ദൈവം തരാമെന്ന് വെച്ചാലും, സാമ്പത്തികമാണെങ്കിൽ പോലും, ഒരു സാമ്പത്തിക സഹായം തരാമെന്ന് വെച്ചാൽ പോലും, എന്ന് പറഞ്ഞാൽ നീ ഏർപ്പെടുന്ന ഒരു വിഷയത്തിൽ നിനക്ക് വിജയം തരാമെന്ന് വെച്ചാൽ പോലും വിജയം സ്വീകരിക്കാനുള്ള ശേഷി നിനക്ക് ഇല്ല, കാരണം നീ കൊടുക്കുകയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ വിധി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നീ വിധിക്കരുത്. വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നീ വിധിക്കരുത്. അതേസമയം നല്ല വിധി വിധിക്കണം, പക്ഷേ നല്ല വിധിയായിരിക്കണം. ദൈവത്തിൻ്റെ വിധിക്ക് വിരുദ്ധമായൊരു വിധി നീ വിധിക്കരുത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഉദാഹരണത്തിന്,
എൻ്റെ ശത്രു നശിച്ചു പോകട്ടെ എന്ന് ഒരാൾ വിധിച്ചാൽ ആദ്യം നശിക്കുന്ന ആരായിരിക്കും? ഞാനായിരിക്കും. കാരണം എന്താ? നീ ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ക്ഷമ നിന്നിലൂടെയാണ് അവനിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് നീ ശപിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക് നിന്നിൽ നിലയ്ക്കും. തിന്മയുടെ ശക്തി തന്നെ ആവസിക്കും. ശാപത്തിൽ തിന്മയുടെ ശക്തി പോകും. പ്രൈസ് ദി ലോർഡ്. തിന്മയെ വെറും ഒരു ശക്തിയായിട്ട് മാത്രം നമ്മൾ കാണരുത്. ജോൺ പോൾ II വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. തിന്മ ഒരു ശക്തി അതീതമാണ്, ശക്തിക്ക് അതീതമാണ്. തിന്മയ്ക്കൊരു പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. സാത്താൻ എന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ആളത്വം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തിന്മ എവിടെയുണ്ടോ അവിടെ ഈ ആളത്വം പ്രവർത്തിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെയെല്ലാം ഒരു വലിയൊരു നാശം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തിന്മയുടെ ആളത്വത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മൾ ഔദ്യോഗികമായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പോലും സാത്താനെയും അവൻ്റെ ആഡംബരങ്ങളെന്ന് പറയും അല്ലേ, അതുപോലെ തന്നെ സൈന്യങ്ങളെന്ന് പറയും. വിശുദ്ധ കുർബാനയിലെ ഒരു പ്രാർത്ഥനയിൽ തന്നെയുണ്ട് സാത്താനും അവൻ്റെ സൈന്യങ്ങളും. അപ്പോൾ അത് സാത്താനും അവൻ്റെ സൈന്യങ്ങളെന്ന് പറഞ്ഞാൽ സാത്താന് ഒരാളത്വമുണ്ട്. ആ സാത്താന് സപ്പോർട്ടീവായിട്ടുള്ള സ്പിരിറ്റുകൾ ഉണ്ടെന്ന് അതിനർത്ഥം. മാലാഹമാർ വീണുപോയവരാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്തുവാട്ടെ, അപ്പോൾ എവിടെ തിന്മയുണ്ടോ ആ തിന്മയുള്ളിടത്ത് സാത്താനൊരു സ്ഥാനമുണ്ട്. ദൈവം സ്നേഹമാകുന്നു എങ്കിൽ വെറുപ്പ് സാത്താനാകുന്നു നമുക്ക് പറയാൻ പറ്റും. സ്നേഹമുള്ളിടത്ത് ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ വെറുപ്പുള്ളിടത്ത് എന്തുണ്ട്? സാത്താൻ്റെ പ്രവർത്തനമുണ്ട്. ഞാൻ ഓർക്കുകയാണ് ഈ ദേഹത്ത് പെട്രോളല്ല, ദേഹത്ത് ആസിഡ് ഒഴിച്ച ഒരു കേസുണ്ടല്ലോ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അപ്പം ദേഹത്ത് ആസിഡ് ഒഴിച്ച കേസിൽ ആസിഡ് ഒഴിച്ചവൻ എന്നോട് പറഞ്ഞത്, അച്ഛാ ഞാനിത് ചെയ്തു എന്ന് പറയുമ്പോഴും എനിക്ക് വെറുപ്പുണ്ടായിരുന്നു, വൈരാഗ്യം ഉണ്ടായിരുന്നു, അവൻ നശിച്ച് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു പ്രവൃത്തി ഞാൻ ചെയ്തത് ഈ പെട്ടെന്നായിരുന്നു, പ്ലാൻ ചെയ്ത് ചെയ്തതല്ല. അവനോട് പറഞ്ഞു ഇത് പ്ലാൻ ചെയ്ത് ചെയ്തതല്ല. അവിടെ തൊട്ടടുത്ത് അവൻ ഈ മുറിയിലേക്ക്, ചേട്ടനിരിക്കുന്ന മുറിയിലേക്ക് കടന്നപ്പോൾ, ഉച്ചയൂണും കഴിഞ്ഞ് ചേട്ടന് അല്പം മയങ്ങുന്ന സമയത്ത് ചൂട് കാലം കടന്നപ്പോൾ അവിടെ തന്നെ കന്നാസിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂറിക് ആസിഡ് അല്ല, ഈ എന്താ പറയുക, സിട്രിക് ആസിഡ്, ഫോർമിക് ആസിഡ്. അപ്പോൾ ഈ റബ്ബറിന് വേണ്ടി മേടിച്ച് വെച്ചിരുന്ന സാധനം അവിടെ ഇരിക്കുക. അന്നേരം പെട്ടെന്ന് ആരോ എന്നെക്കൊണ്ട് എടുപ്പിച്ച് എന്നെക്കൊണ്ട് തിളപ്പിച്ച പോലെ ഏതോ ഒരു ശക്തി എന്നെക്കൊണ്ട് ചെയ്യിച്ച അച്ഛാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ തന്നെയാണുള്ളത് ചെയ്തത്. അപ്പോൾ ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു. ഈ വ്യക്തി തൻ്റെ സഹോദരനെ വെറുത്ത് ആ വെറുപ്പിനകത്ത് സാത്താൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായി. ആ സാത്താൻ അവനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ പല അമാനുഷികമായി അല്ലെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യൻ ചെയ്യാത്ത പ്രവൃത്തി ചില മനുഷ്യർ ചെയ്യുമ്പോൾ, ഇന്ന് തന്നെ പത്രത്തിൽ കണ്ടു, ഒരു കൊച്ചു കുഞ്ഞിനെ സ്വന്തം പിതാവ് ഞെക്കിക്കൊന്നു കളഞ്ഞ ഒരു സംഭവം. എങ്ങനെയോ കൊന്നു കളഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി കാണുമ്പോൾ ആ പ്രവൃത്തിക്കൊക്കെ പിന്നിൽ വെറും ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി മാത്രമല്ല ഉള്ളത്. തീർച്ചയായിട്ടും ഒരു സാത്താനികമായ ഒരു സ്വാധീനം അതിനകത്തുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നീ തെറ്റായൊരു വിധി വിധിച്ചാൽ, നാശകരമായ രീതിയിലുള്ളൊരു വിധി വിധിച്ചാൽ, നിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റൊരാളുടെ കാര്യത്തിലാണെങ്കിലും അത് നിനക്ക് ഫലിക്കുമെന്ന് പറയുന്നത് തിന്മയിൽ എപ്പോഴും ഈ സാത്താനികമായ ആളത്വത്തിൻ്റെ ഒരു സ്വാധീനം വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും, നീ അളക്കുന്ന അളവിനാൽ നീ അളക്കപ്പെടും, കൊടുക്കുവാൻ നിങ്ങൾക്കും കിട്ടും. അപ്പം ഇതെല്ലാം അതേപടി സംഭവിക്കുന്ന. അപ്പം എപ്പോഴും നല്ലത് രീതിയിൽ കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് നിനക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ജീവിതം ദൈവം വിധിക്കുന്ന പോലെ മറ്റുള്ളവരെ വിധിക്കുകയും ഏറ്റവും പോസിറ്റീവായിട്ട് ഒരു അപ്രോച്ച് സ്വീകരിക്കുകയും ചെയ്താൽ, ശത്രുവിൻ്റെ കാര്യത്തിലും ആരുടെ കാര്യത്തിലും ചെയ്താൽ, അവിടെയെല്ലാം നമുക്ക് ആ ഒരു മെഷറിലാണ് കിട്ടാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയും. ഒത്തിരി അനുഭവങ്ങളുണ്ട്. എൻ്റെ ഫോണിൽ പൈസ കുറച്ചുള്ളൂ. ഞാൻ ഏതൊരാവശ്യത്തിന് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ, ആരെയോ കൊണ്ടുവരാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഫോണും തരാമോ? അദ്ദേഹത്തിൻ്റെ ഫോണിന് ഇറങ്ങി വരുന്ന ആളാണ്, ഒരു കാര്യം വിളിക്കാനാണ്.
അപ്പോൾ അദ്ദേഹം എൻ്റെ ഫോൺ മേടിച്ച് വിളിച്ചു. ഞാൻ വിചാരിച്ചൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയായിരിക്കും. പക്ഷെ അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് ഓവർ ഹിയർ ചെയ്തപ്പം അത്യാവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നീണ്ടും സംസാരിക്കുക. കാരണം എനിക്കവിടെ ചുമ്മാ നിൽക്കുക. സത്യത്തിൽ എൻ്റെ മനസ്സ് അല്പം വേദനിച്ചു. ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഞാനാണെങ്കിൽ ഏറ്റവും അത്യാവശ്യം വിളിച്ച് നിർത്തുന്നയാളാണ്. അപ്പോൾ ഈ ഫോൺ ഇങ്ങനെ അധികം ചാർജ് മുഴുവൻ തീർന്നു പോകാണല്ലോ എന്നുള്ളൊരു തോന്നൽ, ചെറിയൊരു തോന്നൽ മനസ്സിൽ തോന്നി. പിന്നെ ഞാൻ ഓർത്തു, കർത്താവ് പറഞ്ഞിരിക്കുന്നത് ചോദിക്കാനും കൊടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, അയാൾ ഇഷ്ടം പോലെ വിളിച്ചോട്ടെ എന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഫോൺ തിരിച്ചു തന്ന അയാൾ ഒന്നും മിണ്ടിയില്ല, താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു തന്നിച്ച് പോയി. നല്ലൊരു തുക പറഞ്ഞ വിദേശത്തേക്കാണ് വിളിച്ചത്, നല്ലൊരു തുക ഇതൊന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴും തോന്നി, തമ്പുരാൻ തന്നാൽ എൻ്റെ ഉള്ളൂ, പോട്ടെ. പക്ഷെ പിറ്റേ ദിവസമാണ് എന്നെ ഒരാൾ വിളിച്ചിട്ട്, അച്ഛന് ഈ ഫോൺ പോരാ, വേറൊരു ഫോൺ വേണം, ഞാനതുകൊണ്ട് അച്ഛനൊരു ഫോൺ സ്പോൺസർ ചെയ്തിരിക്കുന്നു എന്നോട് പറയുകയാണ്. എന്നിട്ട് ആ ഫോണ് അദ്ദേഹം കാശ് അയച്ചു തന്നു ഉടനെ. ഈ കാശ് അയച്ചു തന്ന ഈ ഫോണ് ഇവിടെ വന്ന ജോയ്സിൻ്റെ അടുത്ത് ഞാൻ ആ പൈസ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ജോയ്സേ എനിക്കൊരു പുതിയ ഫോൺ വേണമെന്നാണ് പറയുന്നത്, ഇങ്ങനെ തന്ന സ്ഥിതിക്ക് ഞാൻ സ്വീകരിക്കുകയാണ്. ജോയ്സ് പറഞ്ഞു, അച്ഛൻ ആ ഫോണും പോരാ, അതുകൊണ്ട് എൻ്റേതായ ഒരു കോൺട്രിബ്യൂഷനും കൂടെ ചേർത്ത് ഞാൻ അച്ഛന് ഒരു ഫോൺ തരികയാണെന്ന് പറഞ്ഞു. പുള്ളി ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഇരട്ടി സാധ്യതയുള്ള ഒരു ഫോൺ എനിക്ക് മേടിച്ചു തന്നു, ഫ്രീ ഓഫ് ചാർജ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എന്നെ കൊണ്ട് മേടിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, കുറച്ച് ഫോൺ വിളിക്കാനായിട്ട് എൻ്റെ ഫോൺ അങ്ങ് സന്തോഷത്തോടെ കൊടുത്തപ്പം എനിക്ക് ഫോൺ തന്നെയാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. ഇത് പെട്ടെന്ന് മനസ്സിലാകുന്നൊരു ഭാഷ അല്ലെങ്കിൽ ഒരു സംഭവം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്ത് കൊടുത്താലും ആ സമയത്ത് ചിലപ്പം പെട്ടെന്ന് നമ്മളിത് ഓർത്തെന്ന് വരികയില്ല. ഈ സംഭവം ഓർക്കുമ്പോൾ അതിനെക്കുറിച്ച് സന്തോഷിക്കുകയും കർത്താവിനെ സ്തുതിച്ച് അത് കൊടുക്കുകയും ചെയ്താൽ ഒട്ടനെ അതിനെ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുകയും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതും വിധിക്കുന്നത് പോലെ നിങ്ങളും വിധിക്കപ്പെടുമെന്ന് പറയുന്നതും അക്ഷരം പ്രതി സംഭവിക്കുന്ന. എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞത് ദൈവമല്ലേ, ദൈവമാണ് പറഞ്ഞെങ്കിൽ തരാനുള്ളതെല്ലാം തരാനായിട്ട് അവിടത്തേക്ക് സാധിക്കും. നഷ്ടപ്പെടാൻ പോകുന്നത് ദൈവത്തിൻ്റെ ആ പരിപാലനയും തരുന്ന ആ ദൈവത്തിൻ്റെ ഔദാര്യവും സ്വീകരിക്കാൻ നമുക്ക് കഴിവില്ലാതെ പോകുന്നതുകൊണ്ടും ഒരു തിന്മയുടെ ശക്തിക്ക് നമ്മളെ തന്നെ നമ്മൾ കൈവിടുന്നുകൊണ്ടുമാണ്. അപ്പോൾ എപ്പോഴും ശപിക്കുന്നവൻ അനുഗ്രഹിക്കുമ്പോഴാണ് ശപിക്കുന്നവൻ അനുഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത്. പക്ഷേ മാനുഷികമായ രീതി ചിന്തിക്കുമ്പോൾ തോന്നും, ശപിക്കുന്നതിന് അനുഗ്രഹിക്കണം, ഇനി അവനെ അനുഗ്രഹിക്കണമെന്നും കൂടെയാണ് അച്ഛൻ പറയുന്നത്. വേണമെങ്കിൽ അവനെ ശപിക്കാതെ ഞാൻ പിടിച്ചു നിൽക്കാം, എന്നാലും അനുഗ്രഹിക്കാൻ എന്നോട് പറയരുത്. എത്ര പേര് വന്നിരുന്നത്, അനുഗ്രഹിക്കാൻ എന്നോട് പറയരുത്, വേണേ ഞാൻ ശപിക്കുന്നില്ല, പോട്ടെ. ഒരാൾ അടുത്ത കാലത്ത് പറഞ്ഞു, നാശം കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ച, അവൻ എവിടെയെങ്കിലും നശിക്കുന്നത് കാണാൻ. ഇപ്പം നാശം കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എന്നോട് അവൻ്റെ അടുത്ത് പോകണമെന്നോ മിണ്ടണമെന്നോ അച്ഛൻ എന്നോട് പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ മറ്റൊരു മേഖലയാണ് ഞാൻ പറഞ്ഞത്, നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും. നമ്മളൊരു വിധി വിധിച്ചാൽ, ഉദാഹരണത്തിന് എനിക്ക് ദൈവത്തെ വേണ്ട എന്നൊരു വിധി ഞാൻ വിധിക്കുന്നു. എങ്ങനെയാണ് ഞാൻ ദൈവത്തെ വേണ്ട എന്ന വിധി വിധിക്കുന്നത്? താൽക്കാലികവും ക്ഷണഭംഗരമായ ഒന്നിനെ ദൈവത്തെക്കാൾ പ്രയോറിറ്റിയിൽ ഞാൻ വേണമെന്ന് പറയുമ്പോഴാണ്. അപ്പം ദൈവത്തെ വേണ്ടെന്ന് പറയുന്നു. ആ വിധിയാലാണ് എനിക്ക് ദൈവത്തെ നഷ്ടപ്പെടുന്നത്. അപ്പം നമ്മുടെ വിധിയാണ് ദൈവത്തെ നമുക്ക് നഷ്ടപ്പെടുത്തുന്നത്. നമുക്ക് ദൈവത്തെ ലഭിക്കുന്നതിന് കാരണം എനിക്ക് ദൈവത്തെ വേണമെന്നുള്ള വിധിയാണ്. ആ ഉറച്ച തീരുമാനമാണ്. ആ വിധി വിധിക്കാൻ എന്നെ സഹായിക്കുന്ന ആരാണ്? എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈശോയാണ് എനിക്ക് എൻ്റെ ഈശോയെ വേണമെന്ന് പറയാനായിട്ട് എന്നെ സജ്ജമാക്കുന്നത്. അങ്ങനെ എനിക്ക് വേണ്ടി എനിക്ക് നിന്നെ വേണം മോനെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈശോ ഇല്ലെങ്കിൽ ദൈവത്തെ നോക്കി എനിക്ക് നിന്നെ വേണമെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഞാനതിന് അയോഗ്യനാണെന്നേ ഞാൻ പറയുള്ളൂ. അതാണ് എൻ്റെ മറ്റൊരു കാര്യം. പിന്നെ നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും എന്ന് പറയുമ്പോൾ, വിധിക്കുക എന്ന് പറഞ്ഞാൽ വിലയിടുക എന്നർത്ഥമുണ്ട്, വില നിശ്ചയിക്കുക. അപ്പം എൻ്റെ വില ദൈവം നിശ്ചയിച്ചു, അതുകൊണ്ട് ദൈവം നിശ്ചയിച്ച വില തന്നെ എനിക്ക് നിശ്ചയിക്കണം. എനിക്ക് ദൈവം ഇട്ട വില ദൈവത്തിൻ്റെ മകനോളം വലിയ വിലയാണ്. അങ്ങനെയാണ് എന്നെപ്പോലുള്ളൊരു സഹോദരൻ്റെ വിലയും അത്രയുമാണ്. അപ്പോൾ എന്നെപ്പോലുള്ളൊരു സഹോദരനോ സഹോദരിയോ ഞാൻ വിലയിടുമ്പോൾ, അവൻ രോഗിയാണോ വാർദ്ധക്യത്തിലെത്തിയ ആളാണോ
അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുന്നവനാണോ എന്നുള്ള ഒരു പരിഗണനയും കൂടാതെ ആ വ്യക്തിയെ ദൈവം ഇട്ട വിലയോളം ഞാൻ ആ വ്യക്തിക്ക് വില കൽപ്പിക്കണം. അങ്ങനെ കൽപ്പിക്കുമ്പോഴാണ് എൻ്റെ വില കൂടുന്നത്. എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഇതാണ്, ഞാനിങ്ങനെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ കാപ്പിക്കാരൻ കാപ്പിയും കൊണ്ട് വന്നപ്പോൾ ഞാൻ കാപ്പി മേടിച്ച് കുടിച്ചു. അവന് കൊടുത്ത ആ നോട്ട് നല്ലൊരു നോട്ടായിരുന്നു. അവന് ബാലൻസ് തന്നപ്പം അഴുക്ക് പിടിച്ച ഒരു നോട്ട് കൂടി എനിക്ക് തന്നു. മടക്കി തുറന്നാൽ കീറി ഇറങ്ങിപ്പോവും. ഈ നോട്ട് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇത് എടുക്കാത്ത നോട്ടാണ്, അതൊന്ന് മാറിത്തരാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, സാറേ ഇത് എടുക്കുന്ന നോട്ടാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, ഇത്രയും പേര് എടുത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ചെളി പിടിച്ച് ഇരിക്കുന്നത്, അതുകൊണ്ട് ധൈര്യമായിട്ട് എടുത്തത്, ഇത് എടുക്കുന്ന നോട്ടാണ്, എടുത്തത് തെളിവായത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവൻ്റെ ഈ ലോജിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ ലോജിക്കലായിട്ട് സംസാരിക്കുന്ന ആളാണ്. ലോജിക്ക് ഇഷ്ടപ്പെട്ടു, സന്തോഷമായിട്ട് ഞാൻ എടുത്തു. ഇങ്ങനെയുള്ള നോട്ടുകളൊക്കെ ബാങ്കിലൊക്കെ വല്ലപ്പോഴും കൊടുക്കാറുണ്ട്, ആ കൂടെ കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു മേനോൻ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് വണ്ടിയെ വെച്ച് പരിചയപ്പെട്ട അവൻ തിരിച്ച് അവൻ്റെ തലേന്ന് ഈ നോട്ട് പോയതിനെ പ്രതി അവൻ സന്തോഷിച്ച് പോയതാണ്. കുറേ നേരം കഴിഞ്ഞ് അവൻ തന്നെ വീണ്ടും ഈ കമ്പാർട്ട്മെൻറ്റിൽ കൂടെ വന്നപ്പോൾ അയാൾക്കൊരു കുസൃതി തോന്നി. അയാൾ പറഞ്ഞു, എടാ എനിക്കൊരു കാപ്പി വേണം. മേടിച്ച് കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഫാദറെ ആ നോട്ടിഞ്ഞെടുത്തേ, എന്നിട്ട് എടുക്കുന്ന ഒരു നോട്ട് നിനക്ക് ഞാൻ തരുവാടാന്ന് പറഞ്ഞിട്ട് അത് തന്നെ അവനങ്ങോട്ട് കൊടുത്തു. അവന് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇത് എടുക്കലെന്ന് പറയാൻ പറ്റുമോ? അവൻ വിധിച്ച വിധിയാണ്, ഇതെടുക്കുന്നതാണെന്ന് അവൻ വിധിച്ച സ്ഥിതിക്ക് അവിടെ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അവനത് തലയിലെന്ന് ചെറിഞ്ഞേച്ച് അത് മേടിച്ചുകൊണ്ട് പോയി. നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും. അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് നീ അയോഗ്യനായിത്തീരുന്നത് നിൻ്റെ വിധിയുടെ ഫലമായിട്ടാണ്, മോശമായ വിധിയുടെ ഫലമായിട്ടാണ്. നിന്നെപ്പോലെ ഒരു സഹോദരനെ അവൻ എന്ത് തെറ്റ് ചെയ്താലും അവൻ നരകത്തിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ, അങ്ങനെ എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ അടിനരകത്തിൽ പോകേണ്ടതാണ്, അവരെയൊക്കെ ഓൺ ദ സ്പോട്ടിൽ ഷൂട്ട് ചെയ്ത് കളയേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. കാരണം അവന് മാനസാന്തരപ്പെടാനൊരു അവസരം കൂടെ ഉണ്ട്. അവനൊക്കെ അടിനരകത്തിൽ പോകണമെന്ന് പറയുന്നത്. ഞാൻ അമേരിക്കയിലെ ഒരു പള്ളിയിൽ എനിക്ക് 2 ആഴ്ച ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടി, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വികാരിച്ചൻ എന്നെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോയി. അപ്പോൾ ഈ 9/11 ഫസ്റ്റ് ആനിവേഴ്സറി ആയിരുന്നു, അത് 2002 ആ ആനിവേഴ്സറിയുടെ ദിവസം ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, വിക്ടിംസായിട്ട് 2 പേര് ഇടവകയിൽ നിന്നും മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ദിവസം എല്ലാ അമേരിക്ക മുഴുവനും ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഒത്തിരി സങ്കടത്തിലാണ്. അതുകൊണ്ട് അച്ഛൻ നല്ലൊരു പ്രസംഗമൊക്കെ ഒന്ന് ഒരുങ്ങി പറയണം, ആശ്വസിപ്പിക്കണം. എന്നിട്ട് ഈ കുടുംബത്തെ സാധിക്കുമെങ്കിൽ അവർ വിളിച്ചാൽ അവിടെ വരെ ഒന്ന് പോകണമെന്നൊക്കെ പറയാം. ഞാനൊക്കെ ഏറ്റവും എനിക്കിഷ്ടമായിരുന്നത്, എല്ലാം സമ്മതിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കുർബാനയ്ക്കിടയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു പ്രസംഗം പറഞ്ഞു. പ്രസംഗത്തിൻ്റെ അവസാനം ഞാൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ഈ കടുങ്കൈ ചെയ്ത ഭീകരന്മാരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്, അവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളും അനുഗ്രഹിക്കപ്പെടും, അവർക്ക് മാനസാന്തരത്തിനുള്ളൊരവസരം ഉണ്ടാകും. അപ്പം നമുക്കതുകൊണ്ട് അവരോട് ക്ഷമിക്കണം, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർത്തി. ഞാൻ ഇത്രയും പറഞ്ഞപ്പം പള്ളിക്കകത്ത് കുശു എന്നൊരു ഒച്ച ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് മനസ്സിലായില്ല സത്യത്തിൽ എന്താണെന്ന്. അപ്പോൾ ഞാൻ ഈ പ്രസംഗം നിർത്തിച്ച് എന്താ സംഭവിച്ചതെന്ന് ഞാൻ വിചാരിച്ചാലും പട്ടി അതിനകത്ത് കയറി വന്നു. എന്തോ ഒരു കുശുകുശാന്നൊരു സ്ഥലം, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്നു. സത്യത്തിൽ എനിക്ക് അവസാനം മനസ്സിലായി, അവിടുത്തെ രീതി അനുസരിച്ച് കുർബാന കഴിഞ്ഞ് പള്ളിയുടെ ആനവാദത്തിൽ പോയി അച്ഛൻ നിൽക്കും. വരുന്നവരെല്ലാം ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇന്നിങ്ങനെ 2 വാക്ക് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊക്കെ പോകുന്നൊരു പതിവേ ഉള്ളത്. ഞാൻ പതിവ് പോലെ അവിടെ പോയി നിന്നിട്ട് അന്ന് ആദ്യം ഇറങ്ങി വന്നവരാരും എന്നെ സ്നേഹത്തോടെ നോക്കിയില്ല, ദേഷ്യത്തോടെ നോക്കി. കൈ തരാതെ പോയവർ, കൈ പിടിച്ച് ഞെരിച്ചു പോയവർ, ചിലർ നിസ്സംഗതയോടെ പോയവർ. എനിക്കന്നേരം എന്തോ എന്നോടൊരു താല്പര്യക്കുറവ് വന്ന് എൻ്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം കഴിഞ്ഞ് പോകാൻ വേണ്ടി ഒരു 10-12 പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക.
വയസ്സ് ചെന്ന കുറേ ആളുകൾ, ഒരു മധ്യവയസ്കനൊക്കെ ഉണ്ട്. അവരെന്നോട് അവസാനം അവിടെ എല്ലാവരും പോയ സ്ഥിതിക്ക് അവിടെ വട്ടം കൂടി എന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളോട് ഈ കടുങ്കൈ ചെയ്തവരെ അനുഗ്രഹിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഒക്കെ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ അടിനരകത്തിൽ പോകണമെന്നാണ് ഇവരെല്ലാം വിചാരിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ അവരുടെ പക്ഷത്താണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയതെന്ന്, ഞാൻ ഈ ഭീകരന്മാരുടെ പക്ഷത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അച്ഛൻ പറഞ്ഞതൊന്നും മനസ്സിലാക്കാൻ ഇവിടെ പലർക്കും പറ്റിയല്ല. അച്ഛാ, ഞങ്ങളിവിടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, കരിസ്മാറ്റിക്കാരാണെന്ന് പറഞ്ഞ് ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പായിരുന്നു. എന്നിട്ട് അവരെന്നെ ആശ്വസിപ്പിച്ച് അടുത്തുണ്ടായിരുന്നൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ മേടിച്ചെന്ന് കുറേ നേരം ഇരുത്തി ഒന്നിച്ച് പ്രാർത്ഥിച്ചൊക്കെ പോയാൽ ഓർക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ശത്രുവിനോട് ഒരു അനുകൂല മനോഭാവം, ദൈവം ആ വ്യക്തിയെയും അനുഗ്രഹിക്കട്ടെ, കരുണ കാണിക്കട്ടെ എന്ന് പറയുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത, അവരൊക്കെ അടിനരകത്തിൽ പോകണം എന്ന് പറയുന്ന അവസ്ഥ, അത് ക്രിസ്തീയതയാണോ ഓർത്ത് നോക്കിയാൽ? അല്ല, അത് അവിടെ ക്രിസ്തീയത ഇല്ലെന്ന് മാത്രമല്ല, അവിടെ ഒരു വിധി നടക്കുന്നുണ്ട്. എന്താണ്? ഇവരെല്ലാം നശിച്ചു പോട്ടെ, ഇവരെല്ലാം നശിച്ചു പോട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിധി വിധിക്കുകയാണ്. ആ വിധിയാൽ തന്നെ ആ വ്യക്തിയും നശിച്ചു പോകും. കാരണം ആ വ്യക്തിക്കും സ്വർഗരാജ്യം, ദൈവത്തിൻ്റെ കരുണയാണല്ലോ ഒരാളെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ തെറ്റ് ചെയ്ത മനുഷ്യർക്ക് ദൈവത്തിൻ്റെ കരുണ കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അത് പറയുന്ന ആൾക്കും ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹതയില്ലാതെ ആയി പോവാണ്. നമ്മളത് തിരിച്ചറിയുന്നില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം നമ്മൾ. അതുപോലെ തന്നെ നമുക്ക് അസൂയ ഉണ്ടാകുന്നു. അസൂയ കൊണ്ട് ഒരു വ്യക്തി ദൈവത്തിൻ്റെ അനുഗ്രഹം മുഴുവൻ തടയുകയാണ് ചെയ്യുന്നത്. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും നന്മയുണ്ടായാൽ, ആരിലെങ്കിലും ഒരു നന്മയോ വിജയമോ ഉണ്ടായാൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ കൊണ്ടല്ലേ അത് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നന്മയിലേക്ക് നോക്കി, ആ വലിയ വിജയത്തിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ നമ്മൾ അംഗീകരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാണ്. അപ്പോൾ ആ നന്മ നമുക്കും ലഭിക്കാൻ അത് കാരണമാകും. അല്ലാതെ അസൂയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ആ നന്മ ഒരിക്കലും കിട്ടാത്ത രീതിയിൽ നമ്മൾ അയോഗ്യരായിത്തീരും, സ്വീകരിക്കാൻ കഴിവില്ലാത്തവരായിട്ട് നമ്മൾ മാറും. അപ്പം അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവർ നന്മ കണ്ട ഉടനെ തന്നെ ആ നന്മയെ പ്രതി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിധിയാണ്, നമ്മൾ വിധിക്കുന്ന ഒരു വിധിയാണ്. ദൈവമേ, നീ നല്ലവനാണ്, നിൻ്റെ കൃപ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്, അതിനാൽ തന്നെ ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. ഒരുപിടി കാര്യങ്ങളിൽ നമുക്ക് ഈ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും. നല്ലത് വിധിച്ചാൽ നല്ലത് വരും, മോശം വിധിച്ചാൽ നിനക്ക് മോശം വരും. അതൊന്നും ദൈവം ശിക്ഷിക്കുന്നതല്ല, ഇതെല്ലാം ദൈവം ശിക്ഷിക്കുന്നതാണെന്ന് പലപ്പോഴും പലരും വിചാരിച്ചേക്കാം. അതുകൊണ്ട് നീ വിധിക്കുന്ന വിധിയാൽ നല്ലത് വിധിച്ചാൽ നല്ലത് കിട്ടുന്നു, ചീത്ത വിധിച്ചാൽ ചീത്ത കിട്ടുന്നു. നല്ലത് വിധിക്കുമ്പോൾ നല്ലത് കിട്ടുന്നു, ദൈവം തരുന്ന. പക്ഷെ ചീത്ത വിധിക്കുന്നത് തിന്മയ്ക്ക് കൂട്ടിയറലായതുകൊണ്ട് തിന്മയുടെ ഒരു ഫലം നമ്മൾ അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.